പി ബാലചന്ദ്രൻ നമ്മൾ കാത്തിരുന്ന പോരാട്ടം ഒരുപക്ഷെ ഏഷ്യ കപ്പ് തുടങ്ങിയിട്ട് 4 പതിറ്റാണ്ട് കഴിയുന്നു. പക്ഷേ ഇന്നേ വരെ അതിന് ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഇന്ത്യ പാകിസ്ഥാൻ ക്ലാസിക് ഫൈനൽ കാണാൻ നമുക്കൊരു അവസരം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തവണ അതിനൊരു അവസരം ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഈ ടൂർണമെന്റ് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ പലരും ആഗ്രഹിച്ച ഒരു ഫൈനൽ തന്നെ വന്നു ചേർന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഏഷ്യ കപ്പ് ഫൈനൽ തീർച്ചയായിട്ടും കളിക്കേണ്ട രണ്ട് ടീമുകൾ തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും. ടീമിൻ്റെ ശക്തിയുടെ കാര്യത്തിലാണെങ്കിലും അതിൻ്റെ ഫാൻ ഫോളോയിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തുകൊണ്ടും ഈ രണ്ട് ടീമുകളും തമ്മിൽ കളിക്കുമ്പോൾ അതിനൊരു പ്രത്യേക താല്പര്യം കാണികൾക്ക് വരാറുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഒരു ഇന്നത്തെ സാഹചര്യത്തിൽ വാശിയും വീറും അല്പം കൂടി പോകുന്നില്ലേ എന്നൊരു സംശയവും തോന്നുന്നുണ്ട്. ഗ്രൗണ്ടിലെ മാത്രമല്ല, ഓഫ് ദ ഗ്രൗണ്ട് ആക്ടിവിറ്റീസിലും. എന്തൊക്കെയാണെങ്കിലും അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായി തന്നെ കാണണം. കാരണം നമുക്കിപ്പോൾ ക്രിക്കറ്റ് ഒരു ഫൈനൽ മത്സരം ആസ്വദിക്കാനുള്ള മൂഡിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കുക, മറന്നു കൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് ചെയ്യാവുന്നത്. താങ്കൾ സൂചിപ്പിച്ച പോലെ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഒരു മേൽക്കൈയുണ്ട്. കളി തുടങ്ങുന്നതിന് മുമ്പുള്ള നമ്മുടെ ഒരു ഏത് വിശകലനം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇന്ത്യക്കാണ് മുൻകൈ എന്നുള്ളതിന് നിസ്സംശയം പറയാം. പിന്നെ ഈ T20 കളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1-2 മികച്ച പെർഫോമൻസ് കൊണ്ട് മാത്രം കളിയുടെ റിസൾട്ട് മാറാം. അപ്പോൾ ആ ഒരു വിദൂര സാധ്യത മാത്രമേ നമുക്ക് കാണാനുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഓൺ പേപ്പർ തീർച്ചയായിട്ടും ഇന്ത്യക്ക് വലിയൊരു അപ്പർ ഹാൻഡ് ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.